കാറ്റതി കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലാണ് പറയുന്നത്. അങ്ങനെ അഖിലിനാകെ ദേഷ്യം വരികയാണ്. നിക്ക് പണ്ടില്ലേ, അവൾ നാണമില്ലാത്തവൾ, എന്താടി ഒരുമ്പെട്ടവൾ, നീ ഇങ്ങോട്ടേക്ക് തന്നെ എഴുന്നള്ളിയത്. അഖിലിന്റെ വാക്കുകൾ പരിഹാസം കൊണ്ട് ദേഷ്യം കൊണ്ട് ഒരുപോലെ തന്നെ നിറഞ്ഞു നിന്നിരുന്നു. അവന്റെ കണ്ണുകൾ അവനിങ്ങനെ ചുട്ടരിക്കാൻ പാകത്തിൽ തീക്ഷ്ണമായിരുന്നു. നീതു ശാന്തയായി തന്നെ അഖിലിന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ ഉള്ളിൽ ഭയമുണ്ടായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്നതിനെ നേരിടാനുള്ള ഉറച്ച തീരുമാനമായിരുന്നു. അതെ, ഇതെൻ്റെയും കൂടി വീടാ. എവിടെയാ നിന്റെ വീട്? മാത്രമല്ല എനിക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്ന് തോന്നി, ഞാൻ വന്നു. യാതൊരുവിധ പതർച്ചയുമില്ലാത്തതിന് അവൾ മറുപടി നൽകി. ഇതൊക്കെ കേട്ടപ്പോൾ അഖിലിന്റെ നിയന്ത്രണം വിട്ടു. ഓ പിന്നെ, നിന്റെ ഒരു വീട്, മിണ്ടാതിരുന്നോളാം. നീ ഒരുത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് ഒരു ഉളുപ്പില്ലാതെ ഇങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുകയല്ലേ. അഖില് പല്ലിറുമി. മിക്കവാറും അവൻ അവിടെ ചെന്നപ്പോൾ ഇവളെ അങ്ങോട്ടേക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇവൾ ഇങ്ങോട്ടേക്ക് തിരികെ വന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമോ? നീതുവിൻ്റെ ചുട്ടിൽ നേർത്തൊരു പുഞ്ചിരി വിടർന്നു. അവൾ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. അച്ഛൻ ചന്ദ്രൻ്റെ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മനുഷ്യ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താനായിട്ട് നിന്റെ ഒരു പുറപ്പാട്. അതുകൊണ്ട് നീ എവിടെ നിന്നും ഇറങ്ങിപ്പോകണം. ഞാൻ ആരെയും നാണം കെടുത്താൻ വന്നതൊന്നുമല്ലച്ചാ. നീതുവിൻ്റെ ശബ്ദം അല്പം കടുത്തു. നിങ്ങളല്ലേ എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയി, അത്രമാത്രം. അല്ലാതെ നിങ്ങൾ എന്നെ അത്ര അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. പെട്ടെന്ന് തന്നെ ലത മുന്നോട്ട് ആഞ്ഞു വന്നു. അവരുടെ കണ്ണുകളിൽ ഒരു പെറ്റമ്മയുടെ സങ്കടമായിരുന്നില്ല, മറിച്ച് നാണക്കേടിൻ്റെയും ദേഷ്യത്തിൻ്റെയും കനലുകളായിരുന്നു. എന്താണ് നീ പറഞ്ഞത്? അങ്ങനെയൊക്കെ ചോദിച്ച് ലത നേരെ നീതുവിനെ അടുക്കാൻ വേണ്ടി കയ്യോങ്ങി. എന്നാൽ ലതയുടെ കയ്യങ്ങ് വായിലുയർന്നപ്പോഴേക്കും നീതു പെട്ടെന്നങ്ങ് പിന്തിരിഞ്ഞു നിന്നു. അവളുടെ കണ്ണിൽ മുമ്പൊരിക്കലും കാണാത്ത വല്ലാത്തൊരു അഗ്നി ഉണ്ടായിരുന്നു. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീതുവിൻ്റെ ശബ്ദം വീടിൻ്റെ ചുമരുകളിലങ്ങ് തട്ടി പ്രതിധ്വനിച്ചു. എൻ്റെ ദേഹത്താരെങ്കിലും കൈവച്ചാലുണ്ടല്ലോ, പിന്നെ ഞാൻ ആരാണെന്ന് നിങ്ങളങ്ങ് കാണും. ആ വാക്ക് ആഞ്ഞടിച്ചതുപോലെ തന്നെ ലതയും അഖിലും ചന്ദ്രനും ഒരു നിമിഷമങ്ങ് സ്തംഭിച്ചു പോയി. ആരും പ്രതീക്ഷിക്കാത്തൊരു മറുപടിയായിരുന്നു അത്. തൻ്റെ വാക്കുകൾ അവരുടെ ഉള്ളിലുണ്ടാക്കിയ ആ ഒരു ആഘാതം മനസ്സിലാക്കിയ നീതു ഒട്ടും സമയം കളയാതെ വേഗം വീടിനകത്തേക്ക് കയറി. നേരെ തൻ്റെ മുറിയിലേക്ക് കടന്ന് വലിയൊരു ശബ്ദത്തോടുകൂടി അങ്ങ് വാതിൽ കൊട്ടിയടച്ചു. അകത്തു നിന്ന് കുറ്റിയിടുന്ന ശബ്ദം കൃത്യമായി തന്നെ പുറത്ത് കേൾക്കാമായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ അഖിലിൻ്റെ സമനില തെറ്റി. അവൻ മുറിയുടെ വാതിലിനടുത്തേക്ക് പാഞ്ഞെടുത്തു. വാതിലങ്ങ് ആഞ്ഞുമുട്ടിക്കൊണ്ട് തന്നെ അവൻ ഇളറി. എടി, നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങി പാടി. നിനക്കിവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. നിന്റെ കയ്യും കാലും ഞാൻ അങ്ങ് തല്ലിയടിക്കും. പിന്നെ നീ മുറിക്കൊക്കെ പുറത്തുനിന്ന് എനിക്കൊന്ന് കാണണം. ലത ആരാണെന്ന് നിനക്കറിയത്തില്ലല്ലോ. തുറക്കടി ഇങ്ങോട്ടേക്ക്. നിന്നെ ഒന്ന് തൊടാൻ കിട്ടിയിട്ടില്ലെങ്കിൽ നിന്റെ കർണപുടം പോലും ഞാൻ അങ്ങ് അടിച്ചു പൊട്ടിക്കും. അഖിലിൻ്റെ ആക്രോശം മുഴുവൻ വീട് മുഴുവൻ മുഴങ്ങി. വാതിൽ അവൻ അങ്ങ് തുടരുന്നതുവരെ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ മുറിക്കുള്ളിൽ നീതു വളരെ ശാന്തമായിരുന്നു. അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഇപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരൊക്കെ തല്ലിച്ചതുക്കുമെന്ന്. അവൾ തൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് കയ്യിലെടുത്ത് വേഗം തന്നെ മനസ്സിൽ വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിനുള്ള കരുക്കൾ അവൾ ഇതിനോടകം തന്നെ നീക്കിയിരുന്നു. ഇതേ സമയം നീതുവിനെയും കൂട്ടിപ്പോയ ഹരീഷ് ഒറ്റക്കാണ് തിരികെ വീട്ടിലേക്ക് വന്നത്. വീട്ടുമുറ്റത്ത് നിന്ന് ഭാസ്കരന്റെ കണ്ണുകൾ ഹരീഷിന് പിന്നാലെ ആരെയൊക്കെ തിരയുന്നുണ്ടായിരുന്നു. ആരുമില്ല എന്ന് ഉറപ്പായപ്പോൾ അയാളുടെ മുഖത്തൊരു പരിഹാസ ചിരി വിടർന്നു. അല്ല, രണ്ടുപേരും കൂടിയല്ലേ ഒരുമിച്ച് പോയത്? എന്നിട്ടിപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളല്ലോ. കൂടെ ഉണ്ടായിരുന്ന ആൾ എന്ത് ചെയ്തു? ഭാസ്കരന്റെ ചോദ്യം കുത്തിനോവിക്കുന്ന ഒരു ടോണുണ്ടായിരുന്നു. ഹരീഷ് അയാളെന്ന് രൂക്ഷമായി നോക്കി. അതെ, നിങ്ങൾക്കറിയേണ്ട കാര്യമൊന്നുമില്ല, അവൻ മുറിച്ചു പറഞ്ഞു. ഓ, ഇതിപ്പോൾ എൻ്റെ തലയിലേക്കാണല്ലോ കയറുന്നത്. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്തു? കണ്ടപ്പോൾ ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. ഭാസ്കരൻ പിറുപിറുത്തുകൊണ്ട് അവിടെ നിന്ന് മാറി. ഹരീഷ് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ വീടിനുള്ളിൽ ഒരു വലിയ ചർച്ച നടക്കുമായിരുന്നു. സുധീഷ്, സുഭാഷ്, നികേഷ്, നിധി എന്നിവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഹരീഷിനെ കണ്ടപ്പോൾ സുധീഷ് എഴുന്നേറ്റ് ചോദിച്ചു, അല്ല എന്താടാ, നീതു എന്തായി? അവൾ അവളുടെ വീട്ടിലേക്ക് പോയി. വളരെ സാധാരണ ഒരു കാര്യം പറയുന്നത് പോലെ തന്നെ ഹരീഷ് മറുപടി നൽകി. ഇത് കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖത്ത് അമ്പരപ്പ് നിറഞ്ഞു. സുധീഷിൻ്റെ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ചോദിച്ചു, വീട്ടിലേക്കോ? എടാ, നീ എന്ത് ബുദ്ധിമോശടാ കാണിച്ചത്? അവിടെ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ വീട്ടുകാരെല്ലാവരും അവളെ തല്ലി ചതക്കില്ലേ? പിന്നെ അതിൻ്റെ പേരിൽ വലിയ പ്രശ്നമുണ്ടാവും. ഇത് തന്നെയായിരുന്നു സുഭാഷിൻ്റെയും ഉള്ളിലെ പേടി. സ്വന്തം അനിയൻ്റെ ജീവിതം നശിച്ചു പോകരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവനാണ് സുഭാഷ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഹരീഷ് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നീ നിർബന്ധപൂർവ്വം അവളെ പറഞ്ഞു വിട്ടതാണോ അവളുടെ വീട്ടിലേക്ക്? സുഭാഷിൻ്റെ സ്വരത്തിൽ ആകാംക്ഷ ചെറിയതൊരു ദേഷ്യമുണ്ടായിരുന്നു. അതൊന്നുമല്ല സുഭാഷേട്ടാ, ഹരീഷ് വിശദീകരിക്കാൻ തുടങ്ങി. അവളായിട്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞതാ. അവൾ വീട്ടിലേക്ക് പോയിക്കോളാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കൂടുതൽ നിർബന്ധിക്കാൻ പോയില്ല. അല്ല, അപ്പോൾ കല്യാണോ? നികേഷ് ചോദിച്ചു. അതെ, ഞാൻ അവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എടുത്തു ചാടിയൊരു കല്യാണം വേണ്ട. ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് കല്യാണം മതിയെന്ന് പറഞ്ഞു. അവൾക്ക് അതിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ ഓക്കെയാണ്. അതുകൊണ്ട് പിന്നെ അവൾ അവളുടെ വീട്ടിലേക്ക് തന്നെ പോയി. അവളെ കൂട്ടിക്കൊണ്ടുവിടാനാ ഞാൻ പോകുന്നത്. ഹരീഷ് പറഞ്ഞ കാര്യങ്ങൾ സുഭാഷിന് പൂർണ്ണമായിട്ടങ്ങ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല.
എടാ അവൾ അവളുടെ വീട്ടുകാരങ്ങ് പിടിച്ച് തല്ലോ മറ്റോ ചെയ്താലോ? അത് വലിയ പ്രശ്നമാവില്ലേ? സുഭാഷ് വീണ്ടും ആശങ്ക പ്രകടിപ്പിച്ചു. ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല സുഭാഷ് ഏട്ടാ, അതൊക്കെ അവൾ എന്നെ മാനേജ് ചെയ്തോളുമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവൾക്കതിലുള്ള ആത്മവിശ്വാസമൊക്കെയുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കണ്ട. ഹരീഷ് വളരെ രാഘവത്തോടെ തന്നെ പറഞ്ഞു നിർത്തി. പക്ഷേ സുഭാഷിന്റെ മനസ്സിൽ മുഖത്തെ ആ ഒരു ടെൻഷനൊന്നും മാറിയിരുന്നില്ല. ആ പെൺകുട്ടി അവിടെ എന്ത് സംഭവിക്കുമെന്നൊക്കെ ഓർത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ തീയായിരുന്നു. ഇതേ സമയത്താണെങ്കിൽ നിധിയെ കണ്ടപ്പോൾ സുധീഷ് ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു, എന്നാലും ഹരീഷ് ചെയ്തത് വലിയൊരു കാര്യമായി പോയി. നിധി അവനെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഹരീഷ് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? സുധീഷിന് വല്ലതും അറിയാമോ? അവൾ ചോദിച്ചു. സുധീഷ് ഒന്ന് ചിന്തിച്ചു. എന്നിട്ട് പതുക്കെ പറഞ്ഞു, അത് പിന്നെ സുഭാഷേട്ടൻ നിൽക്കുകയാണല്ലോ, അതുകൊണ്ടായിരിക്കും. മൂത്ത ചേട്ടനായ സുഭാഷേട്ടൻ കല്യാണം കഴിക്കാതെ നിൽക്കുന്നത് കൊണ്ടാണ് ഹരീഷ് വിവാഹം കഴിക്കാത്തത്. നിധിയുടെ മുഖത്ത് ഒരു ചെറിയ സംതൃപ്തിയുടെ ചിരി പടർന്നു. അത് ശരിയാ, അതെനിക്ക് തോന്നുന്നുണ്ട്. ഹരീഷിന് നമ്മൾ കരുതിയതിനേക്കാൾ വലിയൊരു സ്നേഹമാ ഈ കുടുംബത്തോടുള്ളത്, പ്രത്യേകിച്ച് സുഭാഷേട്ടനോട്. കാരണം താൻ പെട്ടെന്നൊരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ സുഭാഷേട്ടൻ്റെ ജീവിതം തന്നെ ചിലപ്പോൾ തകർന്നു പോവും. അനുജന്മാർ കെട്ടിയിട്ടും ചേട്ടൻ നിൽക്കുകയാണെങ്കിൽ നാട്ടുകാർ പലതും പറയും. ചേട്ടൻ എന്തോ പ്രശ്നമുള്ളത് കൊണ്ടാ പെണ്ണ് കിട്ടാത്തത് എന്നൊക്കെ ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കും. അതൊക്കെ ഓർത്തിട്ടായിരിക്കും ഹരീഷ് പാവം ഈ വിവാഹം തന്നെ നീട്ടിവെച്ചത്. നിധി ഇത് പറയുമ്പോൾ അവളുടെ ശബ്ദത്തിൽ ഹരീഷിനോടുള്ള ബഹുമാനം നിറഞ്ഞു നിന്നിരുന്നു. എന്താണെങ്കിലും ഹരീഷിനോട് ഇപ്പോൾ വല്ലാത്ത സ്നേഹം തോന്നുക അവൾ കൂട്ടിച്ചേർത്തു. ഇത് കേട്ടപ്പോൾ സുധീഷിൻ്റെ ഉള്ളിൽ ചെറിയൊരു അസൂയ തലപൊക്കി. അല്ല, നമ്മൾ എല്ലാ വർഷവും ചിന്തിക്കണമല്ലോ, അവൻ പറഞ്ഞു. നിധി പെട്ടെന്ന് തന്നെ സുധീഷിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിച്ചു. അല്ല, ഈ സ്ഥാനത്ത് ഇപ്പോൾ സുധീഷ് ആയിരുന്നെങ്കിലോ? സുധീഷ് ആണെങ്കിൽ എന്ത് ചെയ്തേനെ? സുധീഷ് ആണെങ്കിൽ ഇപ്പം തന്നെ കല്യാണം കഴിക്കത്തല്ലേ ഉള്ളൂ. സുധീഷ് ഒട്ടും മടിക്കാതെ പറഞ്ഞു. അത് ശരിയാ, ഞാൻ കല്യാണം കഴിക്കത്തേ ഉള്ളൂ. കാരണം ആ പെണ്ണിൻ്റെ കാര്യം കൂടെ നമ്മൾ നോക്കണമല്ലോ. നമ്മൾ അവളെ അങ്ങനെ കൊണ്ടുപോയി ആ വീട്ടിലങ്ങ് തിരികെ വിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൾക്ക് ആ വീട്ടുകാരിൽ നിന്നും ഉപദ്രവം ഉണ്ടാവില്ലേ? അതൊക്കെ ഞാൻ നോക്കും. അതുകൊണ്ട് ഞാൻ എന്തായാലും അവളെ അപ്പം തന്നെ അങ്ങ് കല്യാണം കഴിക്കത്തുള്ളൂ. നിധിക്കങ്ങ് ചിരി വന്നു. എനിക്ക് തോന്നി സുധീഷ് അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ എന്ന്. അവൾ കളിയാക്കുന്ന സ്വരത്തിൽ പറഞ്ഞ അകത്തേക്ക് പോയി. സുധീഷ് അവിടെ തന്നെ നിൽക്കുകയാണ്. അവൻ്റെ മനസ്സിൽ പല ചിന്തകളും അങ്ങനെ കടന്നുപോയി. ഹരീഷ് ചെയ്ത് പുണ്യപ്രവൃത്തി തന്നെയാണ്. നമ്മളൊക്കെ പുകഴ്ത്താൻ മാത്രം ആരുമില്ല. ഇനിയിപ്പോൾ നമ്മളെക്കുറിച്ച് വല്ല പുകഴ്ത്തുന്ന വാക്കുകളും ഇവർ പറയുന്നുണ്ടായിരിക്കുമോ? സുധീഷിൻ്റെ മനസ്സിൽ ചെറിയൊരു സംശയം തോന്നി. നീതുവിൻ്റെ വീട്ടിലെ അന്തരീക്ഷം അപ്പോഴും ശാന്തമായിരുന്നില്ല. അഖിൽ എപ്പോഴും വാതിലിൻ്റെ പുറത്തിങ്ങനെ അസഭ്യം പറയുന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ മുറ്റത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ലതയും ചന്ദ്രനും അഖിലൊക്കെ പുറത്തേക്ക് നോക്കിയത്. മുറ്റത്ത് പോലീസ് ജീപ്പ് കിടക്കുന്നു. ജീപ്പിൽ നിന്നും ഒരു വനിതാ എസ് ഐ ഉൾപ്പെടെ കുറച്ച് പോലീസുകാർ പുറത്തേക്ക് ഇറങ്ങി. അയൽപക്കത്തുള്ളവരൊക്കെ കൗതുകത്തോടെ കൂടെ മതിൽക്കെട്ടിന് പുറത്തേക്ക് എത്തി നോക്കാൻ തുടങ്ങി. പോലീസ് നേരെ വന്ന് കോളിംഗ് ബെല്ലടിച്ചു. ചന്ദ്രൻ വിറക്കുന്ന കൈകളോടെ പോയി വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന പോലീസുകാരെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ തൊണ്ട വരണ്ടു. അല്ല, എന്താ മാഡം, എന്താ കാര്യം? ഇത് നീതുവിന്റെ വീടല്ലേ? എസ് ഐ ഗാംഭീര്യത്തോടെ ചോദിച്ചു. അതെ, നീതു ഇല്ലേ ഇവിടെ? ഉണ്ട്, മുറിക്കകത്തുണ്ട്. ചന്ദ്രൻ പതർച്ചയോടെ പറഞ്ഞു. നിങ്ങളാരാ? അങ്ങനെ ഞാൻ നീതുവിൻ്റെ അച്ഛനാണ്. അപ്പോഴേക്കും ലതയും അങ്ങോട്ടേക്ക് വന്നു. ഞാൻ അമ്മയാ. ലളിതയുടെ ശബ്ദത്തിനും പേടിയുണ്ടായിരുന്നു. അവളെന്ന് വിളിക്കാൻ പറ, എസ് ഐ നിർദ്ദേശിച്ചു. പുറത്തെടുക്കുന്ന സംഭാഷണങ്ങൾ കേട്ടപ്പോൾ തന്നെ നീതുവിന് മനസ്സിലായി താൻ കാത്തിരുന്ന പോലീസ് എത്തിയിട്ടുണ്ട് എന്ന്. അവൾ മെല്ലെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. പോലീസിനെ കണ്ടല്ലത് നെഞ്ചെടുപ്പ് കൊണ്ട് തന്നെ കരയാൻ തുടങ്ങി. അയ്യോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഡം? ആ ഒരുമ്പെട്ടവൾ കാരണം എൻ്റെ ദൈവമേ, പോലീസ് വീട്ടിലേക്ക് എത്തിയല്ലോ, അവർ നിലവിളിച്ചു. ഒരു പ്രശ്നമുണ്ട്, എസ് ഐ കർക്കശമായ സ്വരത്തിൽ പറഞ്ഞു. നിങ്ങളുടെ മോളുടെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കംപ്ലൈൻറ്റോ? ചന്ദ്രയില്ലതിനും ഒരുമിച്ചങ്ങ് ഞെട്ടിച്ചുപോയി. അതെ, അവളെ ഉപദ്രവിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കേട്ടപ്പോൾ ലതയുടെ കണ്ണുകൾ തള്ളി. ഉപദ്രവിക്കാനോ? എൻ്റെ മാഡം, അവൾ കള്ളത്തരം പറയാ. ഞങ്ങൾ ആരും അവളെ ഉപദ്രവിച്ചിട്ടില്ല. എസ് ഐ നീതുവിനെ നേരെ തിരിഞ്ഞു ചോദിച്ചു. സത്യമാണോ നീ പറയുന്നത്? നീ ഫോണിൽ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ? നീതു ഒട്ടും പതരാതെ വ്യക്തമായ ശബ്ദത്തിൽ പറഞ്ഞു. മാഡം, സത്യമാ, എനിക്കൊരാളെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് അത് ഇഷ്ടമല്ല. അതിൻ്റെ പേരിൽ എൻ്റെ കയ്യും കാലൊക്കെ തല്ലിയൊടിക്കുമെന്നൊക്കെ പറഞ്ഞിരിക്കുക. ഞാൻ ഈ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെ കൊന്നുകളയുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പേടിച്ചിട്ടാ ഞാൻ വാതിലൊക്കെ അടച്ച് അകത്തിരിക്കുന്നത്. നിങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയത്. എനിക്ക് പ്രൊട്ടക്ഷൻ വേണം മാഡം. നീതുവിൻ്റെ വാക്ക് കേട്ട് എസ് ഐ ചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. സത്യമാണോ ഇവളീ പറയുന്നത്? ചന്ദ്രൻ ഉത്തരം മുട്ടി. അയാൾ വിറക്കാൻ തുടങ്ങി. അല്ല, അത് പിന്നെ മാഡം, ഒന്നുമല്ല. നിങ്ങളുടെ മോളല്ലേ? നിങ്ങളുടെ മോളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ കൊള്ളാമോ എന്ന് ചോദിച്ചുകൊണ്ട് എസ് ഐ കയർത്തു. കുറേ നേരമായി ഞാൻ കേൾക്കുന്നു. ഇവൾക്ക് തല്ലുകൊള്ളാൻ താല്പര്യമുണ്ടതുകൊണ്ടാണ് അവൾ വിളിച്ചത്. അതെ, ഇത് കേട്ടുനിന്ന് അഖിലിന് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ വീട്ടിൽ വന്ന് പോലീസുകാരിൽ നിന്നും തനിക്ക് അവഗണന നേരിടുന്നത് അവന് ഈഗോയെ വ്രണപ്പെടുത്തി. അവൻ പല്ലിറുമിക്കൊണ്ട് പറഞ്ഞു. എടി എന്നല്ലറിക്കൊണ്ട് നീതുവിനെ അടിക്കാൻ വേണ്ടി കയ്യോങ്ങി. എന്നാൽ എസ് ഐ അവനെ തടഞ്ഞു നിർത്തി. എസ് ഐയുടെ കണ്ണുകളിൽ തീ പാറുന്നുണ്ടായിരുന്നു. ഡാ, ഇവിടെ നിൽക്കുമ്പോൾ നീ കൈ ഉയർത്തുന്നോടാ?
എന്താണ് നിന്റെ പേര്? അഖിൽ. അവൻ പരുങ്ങി. നീ എന്ത് ചെയ്യുന്നു? ഞാനൊന്നും ചെയ്യുന്നില്ല, ജോലി അന്വേഷിക്കുന്നു. SI പുച്ഛത്തോടെ ചിരിച്ചു. ഒരു ജോലിയും ഇല്ലാതെ തേരാപ്പാര നടന്നിട്ടാണോ നീ നിന്റെ പെങ്ങളെ മര്യാദക്ക് പഠിപ്പിക്കാൻ പോകുന്നത്? നാണമുണ്ടാടാ നിനക്ക്? അഖിലിന്റെ മുഖം വിളറി വെളുത്തു. നാട്ടുകാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് പോലീസുകാരിൽ നിന്നും കിട്ടിയ ആ ഒരു അധിക്ഷേപം അവനെ തകർത്ത് കളഞ്ഞു. അല്ല മാഡം, അത് പിന്നെ ഒരു കാര്യം നീ പറയണ്ട. ഞാൻ പറയുന്നത് പോലെ ഒരു കത്തും കൂടി നീ അങ്ങ് എഴുതിത്തായോ? SI കടലാസുമേനെ നീട്ടി. എന്താ മാഡം? ചന്ദ്രൻ പരിഭ്രമത്തോടെ ചോദിച്ചു. ദേ, ഇനി ഇവളുടെ ദേഹത്ത് മേലാനെങ്ങാനും നീ കൈവച്ചതായിട്ട് ഞാൻ അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിന്നെയൊക്കെ തൂക്കി ഞാൻ അകത്തിടും. എഴുതി ഒപ്പിട്ടതാടാ, SI ഗർജിച്ചു. വേറെ വഴിയില്ലാതെ അഖിൽ അച്ഛനും ചന്ദ്രയും അമ്മയൊക്കെ ആ പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു. ഇനി നീതുവിനെ ഉപദ്രവിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അങ്ങനെ പേപ്പർ വാങ്ങിയതിനു ശേഷം SI അഖിലിനെ നോക്കി താക്കീത് നൽകി. ഇനി ഇവളെങ്ങാനും നീ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അങ്ങ് അകത്ത് കിടക്കും. കുറഞ്ഞത് ഒരു 7 വർഷമെങ്കിലും നിനക്ക് ശിക്ഷ കിട്ടും. 7 വർഷം? ആ വാക്ക് കേട്ടപ്പോൾ അച്ഛനും അമ്മയും അഖിലും അങ്ങ് ഞെട്ടിപ്പോയി. അവരുടെ അഹങ്കാരവും ദേഷ്യവും നിമിഷ നേരം കൊണ്ട് എരിഞ്ഞടങ്ങി. പോലീസുകാർ തിരികെ ജീപ്പിലേക്ക് കയറുന്നതിന് മുൻപ് നീതുവിനോട് പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി മാഡം. നീന്തു പുഞ്ചിരിയോടുകൂടെ തലയാട്ടി. പോലീസ് ജീപ്പ് മുറ്റത്ത് നിന്നും ഇറങ്ങിപ്പോയി. വീടിനുള്ളിൽ ഒരു പൂർണ്ണ നിശബ്ദതയായിരുന്നു. അഖിൽ തല താഴ്ത്തി നിന്നു. ലതയുടെയും ചന്ദ്രന്റെയും മുഖത്ത് ഭയമായിരുന്നു. ആ വീട്ടിലെ അധികാരം ഇപ്പോൾ നീതുവിന്റെ കയ്യിലായി കഴിഞ്ഞിരിക്കുന്നു. ഇതേസമയം അടുത്ത ദിവസം രാവിലെ വർക്ക്ഷോപ്പിൽ ഗ്രീസും ഓയിലൊക്കെ പുരണ്ട കൈകളിലായിരുന്നു ഹരീഷ് നിൽക്കുന്നത്. അവന്റെ മുഖത്ത് വല്ലാത്ത ടെൻഷനായിരുന്നു. നീതുവിനെ വീട്ടിലാക്കിയിട്ട് പോകുന്നതിൽ പിന്നെ അവന് സമാധാനം കിട്ടിയിട്ടില്ല. അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അവളെ അവർ ഉപദ്രവിച്ചിട്ടുണ്ടാവോ? ചിന്തകൾ അങ്ങനെ വല്ലാതെ അലട്ടി. ഒപ്പമുണ്ടായിരുന്ന ചന്തുവും അല്പം ആശങ്കയിലാണ്. പെട്ടെന്നാണ് അവർ വർക്ക്ഷോപ്പിലേക്ക് നടന്നു വരുന്ന നീതുവിനെ കണ്ടത്. യാതൊരുവിധ ഭാവവ്യത്യാസവുമില്ലാതെ വളരെ കൂളായിട്ടാണ് അവർ വളരുന്നത്. അവളെ കണ്ടപ്പോൾ ഹരീഷ് ഓടിച്ചെന്നു. എടി, എന്തായി കാര്യങ്ങളൊക്കെ? വീട്ടിൽ വല്ല പ്രശ്നമായോ? നീ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നോ? അതോ തല്ല് വല്ലതും നിനക്ക് കിട്ടിയോ? ഹരീഷ് ശ്വാസം വിടാതെ ചോദിച്ചു. നീതു ഒരു ചിരിയോടെ അവരെ നോക്കി. ഏയ്, ഒന്നുമില്ല. നീ എനിക്കൊരു ചായയും കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ. അവളുടെ കൂളായിട്ടുള്ള പ്രതികരണം കണ്ട് ഹരീഷും ചന്തുവും പരസ്പരം നോക്കി. അവർ വേഗം അവൾക്കുള്ള ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ചായ ഊതിക്കുടിക്കുന്നതിന് ഹരീഷ് അക്ഷമനായി ചോദിച്ചു. എടി, നീ കാര്യം പറ, എന്താണെന്ന് വെച്ചാൽ പറ. ഇനി മനുഷ്യനെങ്ങനെ ടെൻഷൻ അടിപ്പിച്ചിരിക്കുവാണോ? ചായ ഗ്ലാസ് താഴെ വെച്ച് കൊടുത്തിട്ട് നീതു ചോദിച്ചു. നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചത്? ഞാൻ ഒരു പൊട്ടിയാണെന്നോ? ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ളൊരു തീരുമാനമെടുത്തിട്ടാണ് ഞാൻ പോയത്. തീരുമാനോ? ചന്തുവും ഹരീഷും ഒരേ സ്വരത്തിൽ ചോദിച്ചു. അതേ എന്ന് പറഞ്ഞ് നീതു തലേ ദിവസം വീട്ടിൽ നടന്ന ആ ഒരു മുഴുവൻ കാര്യങ്ങളും വിവരിച്ചു. അഖിൽ ഭീഷണിപ്പെടുത്തിയതും താൻ മുറിയിലടച്ച് പോലീസിനെ വിളിച്ചതും പോലീസ് വന്ന് എല്ലാവർക്കും താക്കീത് നൽകിയതും എല്ലാം തന്നെ അവൾ വളരെ രസകരമായി പറഞ്ഞു. അല്ല, പോലീസുകാർ വന്ന് പോയതിനു ശേഷം വീട്ടുകാർ നിന്നെ ഉപദ്രവിച്ചില്ലേ? ഹരീഷ് അപ്പോഴും സംശയത്തോട് ചോദിച്ചു. നീതു ഉറക്കെ അങ്ങ് തിരിച്ചു. പോലീസ് വന്നതിൻ്റെ പേരിൽ എവിടുന്ന്? ഞാൻ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴേക്കും എൻ്റെ ആങ്ങളെ എന്നെ തല്ലാനായിട്ട് കയ്യോങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, തൊട്ടു പോകരുത്. ഇപ്പോഴത്തെ ഞാനേ പോലീസിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് ഇവിടെ അങ്ങ് പാഞ്ഞെടുത്തു. അത് കേട്ടപ്പോൾ എൻ്റെ ആങ്ങളങ്ങ് ഒതുങ്ങി. നീതുവിൻ്റെ കണ്ണുകളിൽ വിജയത്തിൻ്റെ തിളക്കമുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ പോയി കുറച്ചു നേരം ചോറും കറിയൊക്കെ എടുത്ത് നല്ല സുഭിക്ഷമായി തന്നെ ഭക്ഷണം കഴിച്ചു. എനിക്ക് എൻ്റെ വീട്ടിൽ വെച്ച് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എനിക്ക് ഇത്രയും അധികം ധൈര്യമുള്ളൊരു കാര്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. എൻ്റെ ആങ്ങളയ്ക്ക് ഇപ്പോൾ എന്നെ നല്ല പേടിയോടെയാണ് നോക്കുന്നത്. ഇനി എന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസുകാർ തൂക്കിക്കൊണ്ടുപോയിട്ട് ലോക്കപ്പിലിടുമല്ലോ. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ചന്തുവിനും ഹരീഷിനൊക്കെ ചിരി അടക്കാനായില്ല. അവർ പൊട്ടിക്ക് ചിരിച്ചുപോയി. അവളൊരു സാധാരണ പെൺകുട്ടിയല്ലാന്ന് ഹരീഷിന് മനസ്സിലായി. ഇത്രയും ധൈര്യത്തിലാണ് അവൾ പോലീസിനെ വിളിച്ചു വരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ തനിക്ക് അനുകൂലമായി മാറ്റുമെന്ന്. അതൊരു നിസ്സാര കാര്യമൊന്നുമല്ല. ഹരീഷ് വളരെ സ്നേഹത്തോടെ നീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ ഉള്ളിൽ അവളോടുള്ള പ്രണയവും ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. തന്നെ കൊണ്ട് മാത്രമേ ഇവൾ പോകത്തുള്ളൂ എന്ന കാര്യം അവന് കൂടുതൽ ബോധ്യപ്പെട്ടു. തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവൾ തൻ്റെ കുടുംബത്തിനു മുന്നിൽ ഒറ്റയ്ക്ക് നിന്ന് ഇത്രയും വലിയ പോരാട്ടം നടത്തിയതെന്ന് ഹരീഷ് തിരിച്ചറിഞ്ഞു. അങ്ങനെ ആ വർക്ക്ഷോപ്പിലെ ഗ്രീസിനും ഓയിലിനുമിടയിൽ അവരുടെ ആ ഒരു പ്രണയത്തിന് പുതിയ അർത്ഥം കൈവരുകയായിരുന്നു. ഇനി വരാനിരിക്കുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.